بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الرابع ഏഴ് ഭാഗങ്ങളിൽ നിന്നും നാലാമത്തെ ഭാഗം അൽ-മുഅ്തലുൽ ഐനി വല്ലാം ഖാല ലഹു അൽ-ലഫീഫ് അൽ-മഖ്റൂൻ ലഫീഫും മഖ്റൂനും ലഫീഫുൻ മഫ്റൂഖ് രണ്ടെണ്ണമുണ്ട്. ലഫീഫ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട രണ്ടക്ഷരങ്ങൾ ഒരുമിച്ച് വന്നു. മഖ്റൂൻ എന്ന് അത് രണ്ടും യോജിച്ചു വരികയും ചെയ്യും. യോജിക്കാതെ വേറെ മഫ്റൂഖ് വേറെ ആയിട്ടുണ്ട്. മഫ്റൂഖ് വേറെ ആയിട്ടുണ്ട്. അതിന് വരും. ഇതിപ്പം മഖ്റൂനാണ്. കവിയ പോലത്തത്. തഖൂലു നീ പറയും. ശവിയ യശ്വാശയ്യ. ഇവിടെ രണ്ട് ഇല്ലത്തിന്റെ അക്ഷരമുണ്ട്. രണ്ട് ഇല്ലത്തിന്റെ അക്ഷരം ഉണ്ടായത് കൊണ്ട് തന്നെ ശവിയ ഈ പറഞ്ഞ വിഭാഗമെല്ലാം ദറബയൊന്നൊരിബു അല്ലെങ്കിൽ അരിമയായാലും രണ്ടാലൊരു ബാബിലെ വരികയുള്ളൂ. കാരണം രണ്ട് വാവുകൾ വന്നാൽ ഒരു വാവിനെ മറിച്ച് യാ ആക്കണം. യാ ആക്കണമെങ്കിൽ അതിൻ്റെ മഖ്ഫൂൽ മക്സൂറാവണം എന്നതാണ്. അതുകൊണ്ട് ഫായില വസിനെ വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഐൻ ഫീലിനെ ഇല്ലത്താക്കപ്പെടുകയുമില്ല. തഖൂലു ശവിയ യശ്വാ ശയ്യ. ശയ്യൻ നസ്ലു ശവിയൻ എന്ന് പറയണം. റമായർമിയിൽ നമ്മൾ എങ്ങനെയാണോ അസ്ല് പറഞ്ഞത് ഇഴലാലാക്കിയത് അതിവിടെയും ഇഴലാക്കണം. ശയ്യൻ ശവിയൻ. വാവയാവും വന്ന് ഒരുമിച്ച് വന്നു. രണ്ടിൽ മുന്തിയ സാക്കിനായപ്പോൾ വാവിനെ ആയിട്ട് മറിച്ചു. ശവിയൻ എന്നാൽ ശയ്യൻ എന്നാൽ ശവിയൻ ശയ്യൻ. ഇവിടെ ആഖിറുൽ കലിമത്തിലാണ് തഗ്യീർ ആവശ്യമായി വന്നത്. അതുകൊണ്ട് ഐൻ കലിമയെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, തഗ്യീർ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഷാഇൻ പറയില്ല, ഷാവിനെ പറയുള്ളൂ. ഹംസ കൊണ്ട് പറയില്ല. ഷാവിൻ എന്നേ പറയുള്ളൂ, ഷാഇൻ പറയില്ല. ഫലാ യുഅല്ലൽ ഐനു ഫീ സീഗത്തിൻ മിന സിയഗ. ഈ സീഗകളിൽ നിന്നും ഒറ്റ സീഗയിലും എന്ത് ചെയ്യില്ല, ഐൻ ഫീൽ ഇല്ലത്താക്കപ്പെടുകയില്ല. ലാമിനെ ഇല്ലത്തുണ്ട്. റമായർമി പോലെ കവിയ യഖ്വാ ഖുവ്വത്തൻ. കവിവയാണ്, അതിനെ കവിയാക്കിയതാണ്. അവിടെയും എന്തില്ല, ഇദ്ഗാം ചെയ്യാൻ പറ്റില്ല. ഇദ്ഗാം ചെയ്താൽ കവിവയാണല്ലോ.
ഇദ്ഗാം ചെയ്താൽ പദം നമുക്ക് കിട്ടാതെ വരും. കവിയ അഖഫു മിൻ ഖവ്വ. ഖവ്വയേക്കാൾ അഖഫാണ് കവിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുവിയത്തൻ ഫുഇലത്തും ഫാഇലത്തും ഒക്കെ വസന വരുമല്ലോ. ഫാഇലത്തും ഫുഇലത്തും വസന വരും. അപ്പോൾ കുവിയത്തൻ ആയിക്കോട്ടെ. നമുക്ക് എന്താണ് യാന വരച്ച് വാവാക്കണം. വാവാക്കിയിട്ട് വാവിന് ഇതാൻ ചെയ്യണം. അപ്പോൾ കുവ്വത്തനെന്ന് കിട്ടും. മനസ്സിലായോ? വറവി റയ്യ റയ്യൻ അസ്ലു റവിയൻ എന്നാണ്. മീഥിലു റളിയ യർവാലില്ല. എന്നിട്ട് ഈ റവിയ യർവ എന്നത് റളിയ യർവാദിനാണെങ്കിൽ റാദിന് ഇസ്മു ഫാഇൽ പറയണം. ഇവിടെ ഇസ്മുൽ ഫാഇലിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? ഇസ്മു ഫാഇൽ പറഞ്ഞു. മറ്റിടത്തൊന്നും ഇസ്മു ഫാഇൽ പറഞ്ഞിട്ടില്ല. ശവായസ്ബി ശയ്യൻ ഫഹുവ ശാവിൻ അത് പറഞ്ഞിട്ടില്ല. വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഇവിടെ വ്യത്യാസമുണ്ട്. ഫഹുവ റയ്യാനുൻ എന്നതാണ്. വംറഅത്തുൻ റയ്യാ റയ്യാനുൻ റയ്യാനാനി റിബാഉൻ സർവ്വതിനകത്ത് തന്നെ വരുമായിരിക്കും. വൽമർഅത്തു റയ്യാ എന്ന് പറയും. മിസ്ലു അത്ഷാനുൻ അത്ഷാ റയ്യാ എന്ന് പറയും. സിഫത്തുൽ മുസബ്ബയാണതല്ലേ. ശുഭായനാണെങ്കിൽ ശുഭായനാണെന്ന് പറയാന്നേ ഉള്ളൂ. സീഗയാകുമ്പം ഫായിലിന്റെ സീഗയാകുമ്പം ഹുദൂസ് വേണം. സിഫത്തുൽ മുസബ്ബയാകുമ്പം സുബൂത്തിന്റെ മേൽ അറിയിക്കും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മാന കൊണ്ടുവന്നത്, അങ്ങനെ ശുഭായിൽ കൊണ്ടുവന്നത്. വാസുലു റയ്യാനുൻ അസ്ലു റവിയാനുൻ ഷയ്യാൻ പോലെ റയ്യാൻ. തഖൂലു റയ്യാനുൻ റയ്യാനാനി ലിവാഉൻ വറയ്യാ റയ്യാനാനി ലിവാഉ. ഇസ്മു ഫായിലിന്റെ മുഅന്നസും മുദക്കറും ഒക്കെ ഒരുപോലെ വരും. റയ്യാനുൻ റയ്യാനാനി ലിവാഉൻ റയ്യാ പിന്നെന്താ റയ്യയാനി. അതാണ് സുബായിലിന്റെ തസ്നിയ, മുഅന്നസിന്റെ തസ്നിയ റയ്യയാനി എന്നതിനെ ഇളാഫത്ത് ചെയ്യുമ്പോഴോ 5 യാവ് വരും. മുത്തക്കല്ലിമിന്റെ അതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ 5 യാവ് വരും. ലാമുൽ ഫീലായത് അലിഫിനെ തൊട്ട് മറിഞ്ഞത് മുഅന്നസിൽ തസ്നിയയുടെ അടയാളം. പിന്നെയോ വാവിനെ തൊട്ട് മറിഞ്ഞു വന്നത് റവിയ. പിന്നെ ലാമുൽ ഫീലായത് പിന്നെ മുഅന്നസിൽ അലിഫിനെ തൊട്ട് മറിഞ്ഞു വന്നത്. പിന്നെ തസ്നിയയുടെ അലാമത്തായ യാവ്. പിന്നെ നസ്ബുൽ അവസരത്തിലാണ്. പിന്നെ മുത്തക്കല്ലിമിന്റെ യാവ്.
റയ്യീന്ന് എൻ്റെ ദാഹക്കാരി പെണ്ണം. ഇതിൽ അത്തിഷാനും വാത്തിഷ നീ ഇതിൻ്റെ അഫ്ആൽ വസലാണ്. വ അർവാ കഅത്ത അത്തയില് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെയാണ് അറുവ അസുല അറുവയാന്ന് വരും. അറുവായി റുവി അല്ല പറവലും അറുവി അറുവി എന്നത് അമറാക്കുമ്പോൾ അറുവിയിൽ നിന്ന് അമറാക്കണം. അതിൽ നമ്മൾ പണ്ട് അക്കരിം എന്നതിനെ അക്കരിമൂന്ന് എടുക്കുന്നതാണ്. അങ്ങനത്തെ വിഷയമുണ്ട് അവിടെ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.